തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ മകരവിളക്ക് ദർശനം അത് ഇന്ന് നടക്കാൻ പോകുന്നു. വലിയ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഭക്തജന തിരക്ക് അത് പതിവിലും കവിഞ്ഞുണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു. 8:45 രാവിലെ 8:45 മകരസംക്രമ പൂജയും അഭിഷേകവും നടക്കും. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വൈകിട്ടാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. തുടർന്ന് ദീപാരാധനയും ഇതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരനക്ഷത്രവും തെളിയും. മകരവിളക്ക് ഉത്സവത്തിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളുമായി ടീം 24 തയ്യാറാണ്. അപ്പോൾ വിവരങ്ങളുമായി വിവിധ പ്രതിനിധികൾ ചേരുകയാണ്. സന്നിധാനത്തു നിന്നും രാഹുൽ സുരേഷ്, പമ്പയിൽ നിന്നും MG പ്രതീഷ്, നിലയ്ക്കൽ നിന്നും ശ്രീകുമാരൻ എന്നിവരാണ് ആദ്യം ചേരുന്നത്. ആദ്യം സന്നിധാനത്തേക്ക് പോകാം. രാഹുൽ സുരേഷ് തയ്യാറായി നിൽക്കുന്നുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സന്നിധാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മകരവിളക്ക് ദർശനം അത് നടക്കുന്നു. വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതിനോടകം തന്നെ വ്യക്തവുമാണ്. എന്താണ് രാവിലെ മുതലുള്ള അങ്ങോട്ടുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക്? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. സംക്രമപ്പുലയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. രാവിലെ തന്നെ ഞാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. പൂക്കളാൽ അലങ്കൃതമാണ് ശബരിമല സന്നിധാനം. ദൃശ്യങ്ങളിൽ കാണുന്നത് പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രം ആകെ അലങ്കരിച്ചിരിക്കുന്നതാണ്. പൂക്കൾ ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങളുണ്ട്. ഇത് കുരുത്തോല ഉപയോഗിച്ച് ശബരിമല അയ്യപ്പനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. 2 ദിവസം എടുത്താണ് അവർ ഈ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അത് കുറച്ച് വെളിച്ചം കൂടി വരുമ്പോൾ അതിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി പ്രേക്ഷകരിൽ എത്തിക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി തിരക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിനോടകം തന്നെ 2 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് വിരിവെച്ച് ഇപ്പോൾ തന്നെ കഴിയുന്നത്. ഇന്നും 41,000 തീർത്ഥാടകരെ കൂടി ശബരിമല സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പതിവ് ചടങ്ങുകളാണ് രാവിലെ 8 മണി വരെയുള്ളത്. 8:45-നും 9:30-നും ഇടയിലാണ് മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത്. അതായത് ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് സൂര്യൻ കടക്കുന്നത് 8:45-നാണ്. ആ ശുഭമുഹൂർത്തത്തിലാണ് ഇത്തവണത്തെ സംക്രമ പൂജകൾ നടക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി കൊടുത്തയച്ചിട്ടുള്ള ആ നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് ആ സമയത്ത് അഭിഷേകം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും ഇന്ന് വൈകിട്ട് 5:30 തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തുന്നത്. അവിടെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്വീകരണം നൽകും. അതിനുശേഷം 6:30 തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കൊടിമരച്ചുവട്ടിൽ എത്തും. ഇവിടെ ദേവസ്വം ബോർഡ്, കേരളത്തിലെ ദേവസ്വം മന്ത്രിയും തമിഴ്നാടിൻ്റെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമല തന്ത്രിയും ചേർന്ന് ആ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ ഏറ്റുവാങ്ങും. തുടർന്ന് 6:45 വിശേഷാൽ ദീപാരാധന നടക്കുന്നത്. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കാത്തിരിക്കുന്ന മകര ജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ചില ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞ പോലെ തന്നെ 2 ലക്ഷം തീർത്ഥാടകർ വൈകിട്ട് ഒന്നിച്ച് മല ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത ഓരോ തീർത്ഥാടകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന കാര്യം കൂടി ദേവസ്വം പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രജിൻ, പ്രവിത. രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്നുള്ള മനോഹരമായ കാഴ്ചകളും ഒപ്പം വിവരങ്ങളും ഒക്കെ പങ്കുവച്ചത്. ഇനി നമുക്ക് പോകേണ്ടത് പമ്പയിലേക്കാണ്. അവിടെ MG പ്രതീഷ് തയ്യാറായിട്ടുണ്ട്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. പമ്പയിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഏത് തരത്തിലാണ് ക്രമീകരണങ്ങൾ? പ്രത്യേകിച്ച് 12:30 ശേഷം ഒരു ഭക്തരെയും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതർ. അപ്പോൾ എങ്ങനെയാണ് പമ്പയിൽ നിന്നുള്ള വിവരങ്ങൾ? പ്രജിൻ, പ്രവിത, ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. നേരത്തെ രാഹുൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സന്നിധാനത്തേതിന് സമാനമായി തന്നെ വലിയ തിരക്ക് ശബരിമല പമ്പയിലും അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ പമ്പയിൽ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കൂടുതൽ തീർത്ഥാടകർ പമ്പയിലെത്തി വിരിവെച്ച് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം മകരജ്യോതി ദർശനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ദർശനത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഈ മകരജ്യോതി ദർശനത്തിലേക്ക് വന്നാൽ ഇതിന് പ്രത്യേക ക്രമീകരണങ്ങൾ പമ്പയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലാണ് നിലവിൽ മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യം പമ്പയിലുള്ളത്. അത് പമ്പ ഹിൽ ടോപ്പ്, ഒപ്പം ഈ ഹിൽ ടോപ്പിന്റെ മധ്യഭാഗം, പിന്നെ വലിയാനവട്ടം. ഈ ഇടങ്ങളിലാണ് മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യം നിലവിൽ പമ്പയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ തീർത്ഥാടകർ എത്താനുള്ളൊരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട്
ശക്തമായൊരു നിയന്ത്രണം പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തീർത്ഥാടകരെ കടത്തിവിടുന്നതിലും നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഒപ്പം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7:30 അല്ലെങ്കിൽ 8:30 തന്നെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. 12 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ല. അതിനുശേഷം ഈ മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും ഈ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് പിന്നീട് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഒപ്പം 2 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഈ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടകർ സന്നിധാനത്ത് നിന്ന് കൂട്ടമായി പമ്പയിലേക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി ഓരോ ഇടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ആളുകൾ സ്വയം ജാഗ്രത പാലിച്ച് നിയന്ത്രണങ്ങൾ പാലിച്ച് ഈ മകരവിളക്ക് തീർത്ഥാടനം ദർശിക്കണം, അല്ലെങ്കിൽ മകരവിളക്ക് തീർത്ഥാടനം ആഘോഷമാക്കണം എന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. നമുക്ക് അതുതന്നെയാണ്, എത്ര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാലും നമ്മൾ സ്വയം നമ്മുടെ സുരക്ഷ നോക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവിടെ എത്തുന്ന ഭക്തർക്ക് നൽകിയിട്ടുമുണ്ട്. ഇനി നമുക്ക് നിലയ്ക്കലേക്ക് പോകാം അല്ലേ? അതോടെ പാർക്കിംഗ് ഒക്കെ ഏത് തരത്തിലാണ്? അപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത എങ്ങനെയാണെന്ന് ചോദിക്കണം അല്ലേ? ശ്രീകുമാറിനാണ് നിലയ്ക്കൽ തയ്യാറായി നിൽക്കുന്നത്. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്രമീകരണങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളെ പോലെയല്ല, ഇന്ന് തിരക്ക് കൂടും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടത്തേക്കുള്ള നിലയ്ക്കലിലെ ബേസ് ക്യാമ്പിലേക്കുള്ള ക്രമീകരണങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജൻ, വെരി ഗുഡ് മോർണിംഗ് പ്രജൻ പ്രവിത. എന്തായാലും വലിയ തിരക്ക് ഒന്നും തന്നെ രാവിലെ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇന്നലെ കാര്യമായ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ രാത്രിയിൽ സ്വാമിമാരുടെ വാഹനം, അയ്യപ്പന്മാരുടെ വാഹനം പല മേഖലകളിലൂടെയും വരുന്ന ഒരു കാഴ്ച എരുമലയിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് KSRTC ബസ്സുകളുടെ നിര വലുതായി കടന്നു വരുന്നുണ്ട്. ഇവിടെയാണ് മുഴുവൻ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലയ്ക്കൽ ഇവിടെ നിന്നാണ് KSRTC ബസ് സ്റ്റാൻഡ് ബസ്സുകൾ പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് പമ്പയിലേക്ക് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ സ്ഥിരമായി ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് കഴിഞ്ഞ തവണയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. അത് രാവിലെയും രാത്രിയും എന്ന് വേണ്ട പല സമയങ്ങളിലും ആ തിരക്ക് കാര്യമായ രീതിയിൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ഇലവുങ്കൽ, ഇവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ ഇലവുങ്കലിലേക്കുള്ളൂ. ആ ഇലവുങ്കൽ എന്ന മേഖലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇതിനെ സ്വീകരിക്കും. അതിനുശേഷം ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇലവങ്കൽ ക്ഷേത്രത്തിലായിരിക്കും തിരുവാഭരണം അല്പസമയം ഇറക്കി വെച്ചതിന് ശേഷം അവരുടെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പോകും. അത് അട്ടത്തോട് വഴിയായിരിക്കും ഇത് പ്രവേശിക്കുക. അവിടെ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ തിരക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലില്ല. പക്ഷേ 12:30 വരെയാണ് മല കയറാനുള്ള അവസരമുള്ളത്. രാവിലെയും നിരവധി വാഹനങ്ങൾ വരും. ഇന്നലെ തന്നെ കുറേ ആളുകൾ ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മകരജ്യോതി ദർശനത്തിനായി നിരവധി ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നാൽ മകരജ്യോതി ദർശനം നടക്കില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും പമ്പയിലെ ഹിൽ ടോപ്പിൽ ഒരു പരിധി വരെ കാണാമെങ്കിലും മുഴുവൻ ആളുകളും മറ്റു മേഖലകളിലേക്ക് നീങ്ങിയിട്ടുണ്ട്, ശബരിമലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ മകരജ്യോതി ദർശനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ വലിയൊരു തിരക്ക്. നിലയ്ക്കൽ ഈ പറയുന്ന പോലെ നിലവിൽ വലിയ തിരക്കുകളില്ല. പക്ഷേ അല്പ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭക്തർ ആ ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്നാണ് പമ്പയിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിലയ്ക്കലെ സൗകര്യങ്ങളാണ്, ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത്. വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടാത്തതുകൊണ്ട് സ്മൂത്താണ് കാര്യങ്ങളിൽ നിന്ന് ശ്രീത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.